ടൈ ആൻഡ് ഡൈ ചന്തേരി പാറ്റേൺ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു സിമ്പിൾ ഡിസൈൻ ആണ്, പക്ഷെ അതിനകത്ത് ഒരു കളർ വൈസ് ആൻഡ് അതിന്റെ ഒരു സ്റ്റൈൽ വൈസും ഒക്കെ കുറച്ച് ഡിഫറെന്റ് ആണ് കേട്ടോ. നമുക്കൊരു ട്രഡീഷണൽ ലുക്ക് അറ്റ് ദ സെയിം ടൈം ആണ്, ഇന്ത്യൻ ഫീലിനകത്ത് ആ ഒരു ലുക്ക് വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ആ ഒരു സ്റ്റൈലിഷ് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പിനേഷൻ ആണ്. ദുപ്പട്ട വന്നിരിക്കുന്നത് പ്രിന്റഡ് ആയിട്ടാണ്, ഡിജിറ്റൽ പ്രിന്റഡ് ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബനാറസി ബോർഡർ പാറ്റേൺ, മൾട്ടി ടോണിലാണ് അതിന്റെ ആ ഒരു ലുക്ക് വന്നിരിക്കുന്നത്. ലൈറ്റ് ഗോൾഡ് തന്നെ അതിന്റെ ഒരു പ്രിന്റ് വെച്ചിട്ടാണ് അതിന്റെ ഒരു കളർ വേരിയേഷൻസ് അതിനകത്ത് വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് ലുക്ക്. നല്ല ഭംഗിയുള്ള ഒരു സീ ബ്ലൂ ഷെയ്ഡിനകത്ത് നേവി ടോണിന്റെ ഒരു കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ലൈറ്റ് ടോണിലും ഡാർക്ക് ടോണും കൂടെ കൈകൊണ്ട് വന്നിരിക്കുന്നുണ്ട്. ടോൺ ഇച്ചിരി ഒരു വയലറ്റിഷ് ടോൺ കൂടെ വന്നിട്ടുണ്ട്. സെറ്റും ബോട്ടം ആണ്. ചന്തേരി ബനാറസി ഡോട്ട്സ് ആണ്, ഫുൾ ആയിട്ട് ഗോൾഡൻ ലൈറ്റ് ഗോൾഡൻ ബനാറസി ഡോട്ട്സ് ആണ് ചന്തേരി പാറ്റേൺ. കോട്ടൺ ലൈനിങ്ങിട്ടുമാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. പിന്നെ ഇതിന്റെ കളർ വേരിയേഷൻസ് നമുക്കൊന്ന് നോക്കാം. ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ വരുന്നുണ്ട്. എല്ലാം സെൽഫ് കളറിൽ തന്നെ വന്നിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് കേട്ടോ. അതിനകത്ത് നല്ല ബ്രൈറ്റ് ആയിട്ടാണ് നിൽക്കുന്ന ഒരു ബോർഡർ പാറ്റേൺ. ദുപ്പട്ട വെയർ ചെയ്യാനൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ഒരു ചന്തേരി ഫിനിഷിലാണ് വന്നിരിക്കുന്ന മെറ്റീരിയലാണ്. അത് ഡിജിറ്റൽ ഫണ്ടിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ടോപ്പ് നമുക്കിതൊരു 4000 റേഞ്ചിൽ പോകുന്ന കളക്ഷൻ ആണ് കേട്ടോ. സിൽക്ക് ത്രെഡ് ആസിഡ്സിന്റെ ഒരു ഡീറ്റെയിൽ ആൻസർ പോർഷനിൽ വരുന്നത്. ദിസ് ഇസ് ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ. നല്ല ഭംഗിയാണ്. ബ്ലാക്ക് ഡാർക്ക് ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടമാണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് മെറൂൺ ആൻഡ് പിങ്ക്. റെഡ് ഷെയ്ഡാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. This is also very pretty. കളർ നമ്മളിങ്ങനെ ഫേസിനോട് ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാട്ടോ. നല്ല ഭംഗിയുള്ള കളറാണ്. ഇതാണ് അതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. And next we have magenta and pink. രണ്ടിന്റെയും പിങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു മജന്ത ചേരുമ്പോഴുള്ള ഒരു ഷെയ്ഡും റെഡ് ചേരുമ്പോഴുള്ള ഒരു ഷെയ്ഡും ചെറിയ ടോൺ വ്യത്യാസം വരും കേട്ടോ. This is the next shade. വെരി സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. നല്ല സോഫ്റ്റ് കോട്ടൺ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ കോട്ടൺസ് വേണമെങ്കിൽ ഒന്ന് പ്രീ വാഷ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നല്ല ആ ഒരു നമുക്ക് ഡാർക്ക് ഷെയ്ഡ് നമ്മുടെ ഫേസിനകത്ത് വരികയും ചെയ്യും. അതിന്റെ കൂടെ തന്നെ ആ പിങ്ക് ടോൺ ലൈറ്റർ ഫീലും വരും. നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. ഈ ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് എല്ലാം ചേരുന്ന കളേഴ്സ് ആണ്. JCL 611 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള 4 കളേഴ്സിനകത്ത് ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ് ട്രൈ. നാച്ചുറൽ ഡൈഡ് ആയിട്ടുള്ള അജ്രക് സാരി നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആണ്. അജ്രക് എന്ന് പറയുമ്പോൾ സമ്മർ ടൈമിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടും സ്റ്റൈലിഷ് ആയിട്ടും വെയർ ചെയ്യാനായിട്ട് അജ്രക് നല്ലൊരു ഓപ്ഷനുമാണ്. ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അജ്രക്കിൻ്റെ കൂടെ തന്നെ ഹാൻഡ് ടൈ ആൻഡ് ഡൈഡ്, അതായത് ബാന്തേജിൻ്റെ അല്ലെങ്കിൽ ബാന്തിനിയുടെ കോമ്പിനേഷനും കൂടെയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു സാരി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ മതി. www.aham.store എന്നാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വന്നിരിക്കുന്നത്. TOT126 എന്ന കോഡിലാണ് വന്നിരിക്കുന്നത്. 6299 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. പല്ലുവിൻ്റെ പോർഷൻ കണ്ടു. ഞാനിപ്പം എൻ്റെ കയ്യിലുള്ളൊരു ബ്ലൂ ബ്ലൗസ് ഇട്ട് പെയർ ചെയ്തതേ ഉള്ളൂ. ഒരു പേർപ്പിളിഷ് ബ്ലൂ കളറിലാണ് അതിൻ്റെ ടൈ ആൻഡ് ഡൈ പോർഷൻ വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ പല്ലുവിൻ്റെ പോർഷൻ. ബ്ലൗസ് പീസും ഇതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടൈ നോട്ട്സ് വന്നിട്ടാണ് വന്നിരിക്കുന്നത്. ബോഡിയിൽ ഫുള്ളായിട്ട് ഫ്ലോറൽ ജാൽ, നമ്മുടെ കലംകാരി ഇൻസ്പയർഡ് ആയിട്ടുള്ള അജ്രക്കിൻ്റെ കോമ്പിനേഷനിൽ വന്നിരിക്കുന്നതാണ് അതിൻ്റെ ബോഡിയിലെ ഫുൾ പ്രിൻറ്റ് വന്നിരിക്കുന്നത്. അപ്പറിലും ലോവറിലും ഒരേപോലെ തന്നെ ബ്ലാക്കും ആ ഒരു പേർപ്പിളിഷ് ബ്ലൂ ഷെയ്ഡും കൂടെ ഉള്ള കോമ്പിനേഷനിലാണ് അതിൻ്റെ ബ്ലോക്ക് പ്രിൻറ്റ് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് അതിനകത്താണ് ടൈ ആൻഡ് ഡൈ ചെയ്തേക്കുന്നത്. അപ്പം ഈ ഒരു സാരി പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യാം. ഒരു സാരി കൂടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷനിൽ. അപ്പം സെക്കൻഡ് സാരിയുടെ ലുക്ക് വന്നിരിക്കുന്നുണ്ടല്ലോ, ഇതുപോലാണ് സെക്കൻഡ് സാരി വന്നിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് സാരിയിൽ ബോർഡേഴ്സിലാണ് നമ്മൾ ടൈ ആൻഡ് ഡൈ കണ്ടെങ്കിൽ സെക്കൻഡ് സാരിയിൽ ഫുൾ ബോഡിയിലാണ് ടൈ ആൻഡ് ഡൈ വന്നേക്കുന്നത്. ആൻഡ് ബോർഡേഴ്സ് ആണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഫുൾ സാരിയുടെ ലുക്ക്. ഭയങ്കര സുഖമുള്ളൊരു സാരി ആട്ടോ. നമുക്ക് ഒക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ ഉടുക്കുമ്പോൾ നല്ലൊരു സ്റ്റൈലിംഗ് ലുക്കിൽ ഉടുക്കാനായിട്ടും നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പം ഞാൻ ആ സാരി ജസ്റ്റ് ഡ്രേപ്പ് ചെയ്തേക്കുവാണ്. അപ്പം ഈ സാരിയിൽ വന്നേക്കുന്നത് ഫുള്ളായിട്ട് ആ ബ്ലൂ ഷെയ്ഡിനകത്ത് റോയൽ ബ്ലൂവിൻ്റെയും ഇൻഡിഗോ ബ്ലൂവിൻ്റെയും ഒരു കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത്. ബോർഡേഴ്സ് ജോയിൻ ചെയ്യുന്ന പോർഷനിൽ ആ ടൈ ആൻഡ് ഡൈ ആയത് കാരണം തന്നെ ആ കളേഴ്സിൻ്റെ ഷെയ്ഡ് ഫിനിഷിങ് ആ ഒരു കോമ്പിനേഷനിൽ വന്നിട്ടുണ്ട്. ബോർഡേഴ്സ് നല്ല ബ്രിക്ക് റെഡ്, ഇതെല്ലാം നാച്ചുറൽ ഡൈഡ് ആയത് കാരണം തന്നെ ആ കളർ ഷെയ്ഡ്സ് അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ചെറിയ ചെറിയ പാച്ചസ് നാച്ചുറൽ ഡൈഡ് ആയിട്ടുള്ള സാരീസിൽ കാണുന്നത് അതിൻ്റെ ഹാൻഡ് ഡൺ ആയിട്ടുള്ള പ്രോസസ്സിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ്. ഇനി ഇതിൻ്റെ പല്ലുവിൻ്റെ പോർഷൻ കാണണ്ടേ, പല്ലും ബ്ലൗസും അറ്റാച്ച്ഡ് ആയിട്ടാട്ടോ വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ പല്ലുവിൻ്റെ പോർഷൻ വന്നേക്കുന്നത്. ഈ ഒരു ബ്ലാക്ക് കളർ വരുന്നത് വരെയാണ് എൻ്റെ പല്ലുവിൻ്റെ പോർഷൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് വന്നേക്കുന്നത് അതിൻ്റെ ബ്ലൗസ് പീസാണ്. ബ്ലൗസ് പീസ് ഫുള്ളായിട്ട് ട്രഡീഷണൽ അജ്രക് പാറ്റേണിൽ തന്നെയാണ് എൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ 2 ടൈ ആൻഡ് ഡൈ വിത്ത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് ആയിട്ടുള്ള അജ്രക് കളക്ഷനിൽ വന്നേക്കുന്ന 2 സാരീസ്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഏതെങ്കിലും സാരീസ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. അജ്രക് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൻ്റെയും നാച്ചുറൽ ഡൈയുടെയും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പാറ്റേൺ സ്റ്റൈലാണ് അജ്രക് എന്ന് പറയുന്നത്. നമുക്കറിയാം അജ്രക്സ് എപ്പോഴും 4 ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സിലാണ് നമ്മൾ കാണാറുള്ളത്. നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സിൽ വരുന്ന ഇൻഡിഗോ ബ്ലൂവും ബ്രിക്ക് റെഡും ബ്ലാക്കും ക്രീമിനകത്ത് അതുപോലെ തന്നെ ആ ബേജും ഒക്കെ ടോൺസ് ഭയങ്കര രസമായിട്ടാണ്. ആ ഒരു കളറിൻ്റെ ആ വൈബ്രൻറ്റ് ലുക്ക് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും അജ്രക്കിൻ്റെ സാരീസും ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ കസ്റ്റമേഴ്സ് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, നമ്മൾ സൽവാർ ഇടുന്നവർക്ക് ഒന്നും കൊണ്ടുവരാറില്ല എന്നുള്ളത്. അപ്പം ഇന്ന് നമ്മുടെ സൽവാർ ഇടുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അജ്രക്കിൻ്റെ അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള സൽവാർ മെറ്റീരിയലിൻ്റെ കളക്ഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കളക്ഷൻസ് ഓരോന്നോരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. ഫസ്റ്റ് വൺ വന്നേക്കുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ബ്രിക്ക് റെഡിൻ്റെയും ബ്ലാക്കിൻ്റെയും ഇൻഡിഗോ ബ്ലൂയുടെയും ഫ്ലോറൽ ജാൽ പാറ്റേൺസിൽ വന്നേക്കുന്ന, അതായത് അജ്രക്കിൻ്റെ പ്രിൻറ്റിങ് പാറ്റേൺ അത് മോഡേൺ ഡിസൈൻ ആയിട്ടുള്ള കലംകാരി ഇൻസ്പയർഡ് ആയിട്ടുള്ള പ്രിൻറ്റ് ഡിസൈനിലാണ് കൊണ്ടുവന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ മെറ്റീരിയൽ വന്നേക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതെല്ലാം നോട്ട് ചെയ്തിട്ടാട്ടോ വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ടോപ്പ് വരുന്നത്. ടോപ്പിൻ്റെ മെറ്റീരിയൽ നല്ലൊരു ഫ്ലോറൽ പാറ്റേൺ ആണ് കേട്ടോ. അതായത് നമ്മുടെ കലംകാരിയൊക്കെ കാണുന്ന പോലത്തെ ഫ്ലോറൽ ഡിസൈനാണ് എൻ്റെ ടോപ്പിൻ്റെ മെറ്റീരിയൽ വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക് വരുന്നത്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം മെറ്റീരിയലും ദുപ്പട്ടയും സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 6299 ആണ്. TOT 127 പ്രൈസ് അറ്റ് 6299. ഇനി അതിൻ്റെ ബോട്ടം വന്നേക്കുന്നത് ഇതുപോലത്തെ, ഇതും നമുക്ക് ടോപ്പായിട്ട് ചെയ്യാം. നമുക്കൊരു ബ്ലാക്ക് ബോട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇത് രണ്ടും ടോപ്പായിട്ട് ചെയ്യാം. 6299 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. ഇതെല്ലാം ഹാൻഡ് ബ്ലോക്ക്ഡ് ആയിട്ടുള്ള അജ്രക്കിൻ്റെ കളക്ഷനാണ്. ഇനി എൻ്റെ ദുപ്പട്ടയുടെ ലുക്ക് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം. ഇത് കണ്ടോ, ഫ്ലോറൽ പ്രിൻറ്റഡ് ഇൻഡിഗോയുടെ കളർ കോമ്പിനേഷനിൽ വന്നേക്കുന്നു. ഇപ്പോൾ നമുക്കിതൊക്കെ പാച്ച് ഡിസൈൻ ആയിട്ടൊക്കെ ചെയ്തെടുത്താലും നല്ലൊരു ഓപ്ഷനാണ്. ഇതാണ് എൻ്റെ ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നത്. ദുപ്പട്ടയുടെ ലോവറിലും ആ ട്രഡീഷണൽ ആയിട്ടുള്ള അജ്രക് പാറ്റേൺ ക്ലോസറിലൊന്ന് കാണിച്ചു കൊടുക്കണേ. ഉണ്ടോ, മുന്താണിയുടെ പോർഷൻ, അതായത് പല്ലുവിൻ്റെ ദുപ്പട്ടയുടെ ആച്ചൽ പോർഷനിൽ വന്നേക്കുന്നതും അതേപോലത്തെ തന്നെ ഡിസൈനാണ്. നല്ല ഭംഗിയായിട്ടാണ്. അപ്പോൾ ആ മുന്താണിയിൽ വന്നേക്കുന്ന ഡിസൈൻ അതിൻ്റെ ആച്ചൽ പോർഷനിൽ വന്നിട്ടുണ്ട്. ബോട്ടത്തിൽ വന്നേക്കുന്ന പ്രിൻറ്റ് ഡിസൈനാണ് ഇതിൻ്റെ ദുപ്പട്ടയുടെ സെൻറ്റർ പോർഷനിൽ വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ഫസ്റ്റ് സെറ്റ്. TOT 127 6299 ഫസ്റ്റ് സെറ്റ്. ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മൾ വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കും. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ബേസ് കളർ ബേജിൽ വന്നിട്ടുള്ള കളക്ഷനാണ് കേട്ടോ. ബേസ് കളർ ബേജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു കളേഴ്സ് അതിൻ്റെ പുറത്തോട്ട് വന്നേക്കുന്നതാണ്. ഇൻഡിഗോ ബേസിനകത്ത് നിന്ന് മുകളിലോട്ട് വന്നേക്കുന്ന കളർ പാലറ്റാണ്. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക്. ഉണ്ടോ, ഫ്ലോറൽ പാറ്റേൺസ് വന്നേക്കുന്നതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക്. നല്ല ഭംഗിയായിരിക്കും. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് കേട്ടോ ഇതിനൊക്കെ ആ ഒരു ഭംഗി കൂടുതലായിട്ട് അറിയാൻ പറ്റുള്ളൂ. ആൻഡ് ബോട്ടത്തിൻ്റെ മെറ്റീരിയലും ഇതേപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഡബിൾ ടോപ്പ് എന്നുള്ള രീതിയിലും വെയർ ചെയ്യാം കേട്ടോ. ഡബിൾ ടോപ്പായിട്ട് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും. ഇതാണ് എൻ്റെ ബോട്ടത്തിൻ്റെ ലുക്ക് വരുന്നത്. ഇനി അതിൻ്റെ ദുപ്പട്ട നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം. ദുപ്പട്ടയിലും ഫുള്ളായിട്ട് ഫ്ലോറൽ പാറ്റേൺസ് വന്നിട്ടാണ് എൻ്റെ ദുപ്പട്ട സെറ്റാക്കിയേക്കുന്നത്. ഉണ്ടോ, ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട. വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതാണ് എൻ്റെ ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള സെറ്റ്സാണ്. ഇത് 6299 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഇച്ചിരിയും കൂടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻറ്റ് സ്റ്റൈലാണ് കേട്ടോ. പ്രിൻറ്റിങ് സ്റ്റൈലിൽ തന്നെയാണ് അതിൻ്റെ ഡിഫറൻസ് വന്നേക്കുന്നത്. TOT എന്ന കോഡിൽ തന്നെയാണ് വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക്. ഏത് വേണേലും നമുക്ക് ടോപ്പ് ആക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. രണ്ടും മൊഡാൽ സിൽക്കിൻ്റെ പ്യുവർ ഫാബ്രിക്കാണ് വന്നേക്കുന്നത്. ഇതുണ്ടോ, ആ ഒരു ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഡിസൈൻ, നമ്മൾ നോർമലി കാണുന്നതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഡിസൈൻ പാറ്റേൺ ആണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ടയും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ദുപ്പട്ട. ഇതെല്ലാം പ്യുവർ ഹാൻഡ് ആൻഡ് പ്രോസസ്സിലൂടെ ചെയ്തേക്കുന്ന കാരണം തന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ചും ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. ഇതാണ് എൻ്റെ ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ ഇത് ഇവിടെ ഉണ്ട്. ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ്.
ഉറപ്പായിട്ടും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദുപ്പട്ടയായിട്ട് തന്നെ ടോപ്പിൻ്റെ മെറ്റീരിയലും യൂസ് ചെയ്യാം കേട്ടോ. പ്ലെയിൻ ആയിട്ടുള്ള ദുപ്പട്ടാസ് ആയിട്ടും അതിനകത്ത് ചെറിയ എന്തെങ്കിലുമൊക്കെ വർക്ക് കൊടുക്കുകയൊക്കെ ചെയ്താലും നല്ല ഭംഗിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നമ്മൾ കാണാറുള്ള പോലത്തെ തന്നെ മക്കി പ്രിൻറ്റിങ് പാറ്റേണും ഫ്ലോറൽ ഡിസൈൻസും ആയിട്ടാണ് വന്നേക്കുന്നത്. രണ്ടും ടോപ്പായിട്ട് യൂസ് ചെയ്യാം. നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ്. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് ഇത് ഇങ്ങനെയാണ്. ദുപ്പട്ട നമ്മുടെ ടിഷ്യൂ ആച്ചൽ പോർഷനിൽ ടിഷ്യൂ വരുന്ന പാറ്റേണിലാണ് കേട്ടോ അതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ദുപ്പട്ടയുടെ ലുക്ക്. ദുപ്പട്ടേസ് ഭയങ്കര രസമുണ്ട് കേട്ടോ. ആ റിച്ച്നെസ് അതിൻ്റെ ദുപ്പട്ടയിലാണ് അതിൻ്റെ ആ ഭംഗി വരുന്നത്. പ്ലെയിൻ ടിഷ്യൂ വീവിങ് പാറ്റേൺ ആച്ചൽ പോർഷനിൽ വന്നേക്കുന്ന ദുപ്പട്ട, മക്കി പാറ്റേണിലുള്ള പ്രിൻറ്റ് ഡിസൈൻസ് ഉള്ളിൽ വന്നേക്കുന്നു. ഇതാണ് എൻ്റെ ദുപ്പട്ടയുടെ ലുക്ക്. ഇത് രണ്ടും ടോപ്പോ ബോട്ടോ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ആക്ച്വലി ഇത് ടോപ്പും ഇത് ബോട്ടോ ആയിട്ടാണ് നമ്മൾ പ്രിൻറ്റ് പാറ്റേൺ വെച്ച് ഡിസൈൻ ചെയ്തേക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതാണ് എൻ്റെ ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നത്. നെക്സ്റ്റ് സെറ്റ് വന്നേക്കുന്നത് ഇപ്പം നമ്മൾ കണ്ടിരുന്ന പോലത്തെ തന്നെ ഡിസൈൻ പാറ്റേണിനകത്ത് ഇച്ചിരി ഒരു വേരിയേഷൻ വന്നിട്ടുള്ള ഡിസൈൻ പാറ്റേൺ ആണ്. ആ ഒരു പ്രിൻറ്റ് ഡിസൈൻസിലാണ് ഓരോ സൽവാർ സെറ്റും അതുപോലെ ഭംഗിയാക്കിയേക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ദുപ്പട്ട കാണാം. ഇതാണ് എൻ്റെ ദുപ്പട്ട. ഷോള് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏതൊരു സെറ്റും ഭംഗിയാക്കുന്നത് അതിൻ്റെ ഷോളിലാണ് കേട്ടോ. ആ ഒരു കുഞ്ഞു കുഞ്ഞു പേസ്ലി പാറ്റേൺസിലുള്ള റിവേഴ്സ് ബ്ലോക്ക് പ്രിൻറ്റിങ് ചെയ്തിട്ട് അതിനകത്ത് നമ്മുടെ കുഞ്ഞ് ലൈൻസ് ഓഫ് പോൾക്ക ഡോട്ട്സ്, അതായത് ഡോട്ട്സ് ആയിട്ടുള്ള പോൾക്ക ഡോട്ട് ഡിസൈൻ വന്നേക്കുന്നു. ട്രഡീഷണൽ ആയിട്ടുള്ള അജ്രക് പല്ലു വിത്ത് ടിഷ്യൂ വീവിങ് പാറ്റേണിൽ വന്നേക്കുന്ന ഇതാണ് വന്നേക്കുന്നത്. ആൻഡ് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ ദുപ്പട്ടയുടെ സെൻറ്റർ പോർഷനിൽ കണ്ട പോലത്തെ തന്നെ ഫിനിഷിംഗ് ആണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതുണ്ടോ മോഡേൺ അബ്സ്ട്രാക്ട് ഡിസൈനിൽ വന്നേക്കുന്നതാണ് ടോപ്പ്. TOT 125 എന്ന കോഡിലാണ് വന്നേക്കുന്നത്. ടിഷ്യൂ പല്ല് വന്നിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 6799 ആണ് കേട്ടോ. ഇതാണ് എൻ്റെ നെക്സ്റ്റ് സെറ്റ്. ഇതിൻ്റെ എല്ലാം ഫോട്ടോസ് നമുക്ക് വെബ്സൈറ്റിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് ഉണ്ടാവും. ലാസ്റ്റ് വൺ വന്നേക്കുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള അജ്രക് ഫിനിഷിങ്ങിൽ വന്നേക്കുന്ന ഒരു സാരി സൽവാർ സെറ്റാണ്. ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേണിൽ ഏറ്റവും കൂടുതൽ അജ്രക്കിൽ നമ്മൾ കാണാറുള്ളത് ജോമെട്രിക്കൽ ഡിസൈൻസ് ആണ്. ജോമെട്രിക്കൽ ഡിസൈനിനകത്ത് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്രിൻറ്റ് ഡിസൈൻ. അതിൻ്റെ കൂടെയും ബോട്ടവും ദുപ്പട്ടയും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മൊത്തം ഒന്ന് ഇങ്ങനെ ടക്ക് ചെയ്ത് വെച്ചേക്കാം. ഞാനൊന്ന് ഓപ്പൺ ചെയ്തോട്ടെ. ഓക്കെ, ഇതാണ് എൻ്റെ ടോപ്പിൽ ഫുള്ളായിട്ട് ഇതുപോലത്തെ പ്രിൻറ്റ് ഡിസൈനാണ് വന്നേക്കുന്നത് ഉണ്ടോ. ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഏത് സൈസ് നമ്മുടെ ബോഡി സ്ട്രക്ചർ അനുസരിച്ച് നമുക്ക് വെയർ ചെയ്യുമ്പോഴും ആ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് ഒരു ഇച്ചിരിയും കൂടെ ഒരു ട്രിം ഫീൽ കൊണ്ടുവരാനും നല്ല ഡിസൈൻസ് ആണ്. കാരണം ഒരു പർട്ടിക്കുലർ പോയിന്റിലോട്ട് ഫോക്കസ് ചെയ്യാതെ വരുന്നത് കാരണം. ആൻഡ് ഇതിൻ്റെ ബോട്ടം മെറ്റീരിയൽ കൊടുത്തിരിക്കുന്ന ഇതാണ്. ഈവൻ ഇതും മക്കി പാറ്റേണിൽ വന്നേക്കുന്ന ട്രഡീഷണൽ ബ്ലാക്ക് ആൻഡ് ഇൻഡിഗോ മെറൂൺ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത്. മൊഡാൽ സിൽക്ക് ആയതാണ് ഇങ്ങനെ പിടിച്ചോട് തിരിക്കുന്നില്ല കേട്ടോ. ഇതാണ് എൻ്റെ ഇത് വന്നേക്കുന്നത്. ആൻഡ് ദുപ്പട്ട, ഓരോ ദുപ്പട്ടാസും ഇൻഡിവിജ്വലി ഭയങ്കര രസമുണ്ട്. ഇതെല്ലാം ഹാൻഡ് ആൻഡ് പ്രോസസ്സിൽ ചെയ്തെടുത്തേക്കുന്ന കാരണം അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ഈ കളക്ഷൻ വന്നിട്ടുള്ളത്. ഇതാണ് എൻ്റെ ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. TOT 127 എന്നും 125 എന്ന കോഡിലാണ് ഈ കളക്ഷൻസ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 6299 മുതൽ 6799 വരെയാണ്. അപ്പം ഓരോന്നിൻ്റെയും ഫോട്ടോസ് ഡീറ്റെയിൽ ആയിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. വീണ്ടും ഇതുപോലത്തെ യുണീക്ക് കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം.